ഡാനി പോൾ കൂടി വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, നമുക്ക് അന്വേഷണത്തിൽ ഇന്നലെ ഇയാളുടെ നാട്ടിലും മറ്റും കൊണ്ടുപോയി ഓഫീസിലും മറ്റും കൊണ്ട് തെളിവെടുത്തിരുന്നു. ഇയാൾ വാങ്ങിയ ഭൂമിയും മറ്റും കാണിച്ചു കൊടുത്തിരുന്നു. ഇന്നും സമാനമായ തെളിവെടുപ്പുകൾ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്? പോലീസിന്റെ അന്വേഷണ രീതി എങ്ങനെയാണ്? ഈ പൂർണ്ണമായി ഇയാളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിൽ ഉൾപ്പെട്ട മറ്റു പല ആളുകളും സ്വാഭാവികമായും കാണുമല്ലോ. ഇയാൾ മുന്നിൽ നിർത്തിയ ആളുകളും കാണുമല്ലോ. അവരെയൊക്കെ ചോദ്യം ചെയ്യണം, അവരുടെ മൊഴിയെടുക്കണം. അതൊക്കെ വളരെ അത്യാവശ്യമാണ് ഈ കേസിൽ. രഞ്ജിത്ത്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭാരിച്ച ചുമതലകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. കാരണം ഈ അനന്തകൃഷ്ണനിലേക്ക് മാത്രം ഇത് ഒതുങ്ങുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ ആളുകൾ ആരൊക്കെയാണ് എന്നത് അടക്കം പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി കസ്റ്റഡിയിലുള്ളൂ. ഒരു ദിവസം കൂടി മാത്രമേ കസ്റ്റഡിയിലുള്ളൂ. തെളിവെടുപ്പ് അവർക്ക് പറ്റാവുന്ന രീതിയിലടക്കം ഓടി നടന്ന് പൂർത്തിയാക്കുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെല്ലുന്നത്. കാരണം വരും ദിവസങ്ങളിൽ തന്നെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിക്കൊണ്ട് പൂർണ്ണമായ ഒരു ഉത്തരവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് കേസ് പൂർണ്ണമായി അവരിലേക്ക് തന്നെ നീങ്ങും. അതിനു മുൻപ് പോലീസിനെ തെളിവ് ശേഖരിക്കുക, അതിൻ്റെ ഒരു സമാധാനങ്ങളിലേക്ക് നടക്കുക എന്ന രീതിയാണ് ഇപ്പോൾ അനുവർത്തിക്കുന്നത്. ഇന്ന് കൊച്ചിയിലെത്തിക്കുകയും ഇവിടുത്തെ ഫ്ളാറ്റും അതോടൊപ്പം തന്നെ 2 ഓഫീസുകളും കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഇവർക്ക് ലഭിച്ച ആ വിവരങ്ങളെല്ലാം തന്നെ വലുതാണ്. ഇതിൽ പലർക്കായിട്ട് തന്നെ പണം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അനന്തകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ഈ ചിലതിനെല്ലാം തന്നെ ഇയാൾക്ക് കൃത്യമായ ഇടപാട് രേഖകളും കാര്യങ്ങളും എല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവരിലേക്കെല്ലാം തന്നെ എത്തേണ്ടതുണ്ട്. അവരിൽ നിന്നെല്ലാം തന്നെ മൊഴിയെടുക്കേണ്ടതുണ്ട്. വളരെ വിശാലമായിട്ട് തന്നെ അതിലേക്കെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. ആളുകളെ കാണേണ്ടതുണ്ട്. പല രാഷ്ട്രീയക്കാർ അടക്കമുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനിവർക്ക് പണം നൽകി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ആരും തന്നെ ഇതിനോട് വലിയ രീതിയിൽ ഇതിലൊരു പ്രതികരണവുമായി എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. പലരും തങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു പല പോസ്റ്ററുകൾ അടിക്കുന്നതിനും അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്ക് പങ്കെടുക്കുക എന്ന രീതിയിലേക്ക് അവിടെ സംഘാടനത്തിലേക്ക് വരിക ഒരു പൊതുപരിപാടിയാണ്. നേരത്തെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്ന ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണമെല്ലാം തന്നെ വലിയ തോതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ആളെ കൂട്ടിയത്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ഗുണം ചെയ്യുന്ന ഒരു പൊതുപരിപാടി എന്ന രീതിയിലാണ് ഇത് അഡ്രസ്സ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും എല്ലാം തന്നെ ശ്രമിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് പല പൊതുപ്രവർത്തകരും സ്വീകരിച്ചതെന്നാണ് അവരിപ്പോൾ പറയുന്നത്. എന്തായാലും അവർ പറയുന്നതിലടക്കം അതിൻ്റെ ഉള്ളടക്കം എന്താ എന്നത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ അവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഈ പണം ഇയാൾ പറയുന്നത് പോലെ അവർ കൈപ്പറ്റിയിട്ടുണ്ടോ, നേരിട്ടാണോ അല്ലാതെയോ, പണമായിട്ടാണോ, ബാങ്ക് വഴിയോ, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വസ്തുതാപരമായ രീതിയിലുള്ള അന്വേഷണവും വിശദീകരണങ്ങളും ആവശ്യമാണ്. അപ്പോൾ പോലീസിന് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ തന്നെ പണി ചെയ്ത് തീർക്കാനുണ്ട് എന്നതാണ് അവരുടെ ഒരു സ്ഥിതി. അതുമാത്രവുമല്ല രഞ്ജിത്ത്, കാരണം ഇത് സംസ്ഥാനത്ത് നിന്ന് എവിടെയെല്ലാമാണ് പരാതികൾ വരുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. കാരണം എല്ലായിടത്തു നിന്നും ഒരേ സമയം തന്നെ ഒരു പോലീസ് സ്റ്റേഷനെല്ലാം തന്നെ താങ്ങാവുന്നതിനപ്പുറത്തേക്കാണ് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പരാതികൾ വരുന്നത്. ഇപ്പോൾ പറവൂരിൽ നിന്ന് മാത്രം ഏതാണ്ട് എറണാകുളം ജില്ലയിൽ 600 പരാതികൾ നിലവിലെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ സ്റ്റേഷനിലും ഇതുപോലെ പരാതികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഒരു നിജസ്ഥിതിയിലേക്കടക്കം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പോലീസ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. കൊച്ചിയിൽ ഇന്ന് ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ 2 ഓഫീസുകളുമായിട്ട് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. വൈകാതെ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിശദമായ അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്, അതിന് അവരെന്തൊക്കെ വിശദീകരണങ്ങൾ തിരിച്ചു നൽകുന്നു, ഇതെല്ലാം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം കണ്ട വലിയൊരു തട്ടിപ്പിലേക്ക് തന്നെയാണ് ഈ കേസും ചുവടുവയ്ക്കുന്നത്. തീർച്ചയായും അതാണ് കേരളം കണ്ട വലിയൊരു തട്ടിപ്പ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ്. പൊതുപ്രവർത്തകരെ ഡാൻ കുര്യൻ കൂടി ചെയ്യുന്നു. ഡാൻ, ഈ പൊതുപ്രവർത്തകരെ ഇപ്പോൾ നമ്മൾ മുമ്പേ സംസാരിച്ചത് RS ശ്രീകുമാർ, അദ്ദേഹം വെങ്ങാനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയൊക്കെ തട്ടിച്ചത് ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗ്യമെന്ന് പറയുന്നത് അദ്ദേഹം പണം വാങ്ങിക്കൊടുത്ത പകുതിയോളം ആൾക്കാർക്ക് സ്കൂട്ടർ ലഭിച്ചു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും 950ഓളം പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പണമടച്ചവർക്ക് ഈ വാഹനം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണമടച്ച് 2 മാസത്തിനകം വാഹനം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ കേരളമെമ്പാടും 10,000-ഓളം ആളുകൾക്കാണ്. അപ്പോൾ എത്ര കോടി രൂപയുടെ തട്ടിപ്പാണ് എന്ന് ആലോചിക്കണം. എത്ര കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്ന് ആലോചിക്കണം. അതിന്റെ ഗുണഭോക്താക്കളായ നിരവധി രാഷ്ട്രീയക്കാരുണ്ട്.
ജനപ്രതിനിധികളുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ അതിനെ കരുവാക്കിയത് ഈ RS ശ്രീകുമാറിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന, ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, തൻ്റെ നാട്ടിലെ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെയൊക്കെ പണം തിരികെ നൽകേണ്ട ഒരു ബാധ്യത കൂടി നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട്. പൂർണ്ണമായും ഇയാളെ അത്തരത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ കുറച്ചുകൂടി കാര്യക്ഷമമായി, കുറച്ചുകൂടി വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഈ ഒരു പ്രശ്നത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അന്വേഷണ സംഘം തന്നെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കാരണം ഏതാനും ജില്ലകളിൽ നിന്ന് ലഭിച്ച പരാതികൾ തന്നെ ഇത്രമാത്രം ഈ അന്വേഷണ പരിധിയിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് മാറുന്ന സാഹചര്യമാണ് നിലവിൽ. അത് മലപ്പുറത്ത് നിന്നായാലും കൊച്ചിയിൽ നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും ലഭിച്ച പരാതികൾക്കപ്പുറത്തേക്ക് ഇതിന് സംസ്ഥാന വ്യാപകമായ ഒരു മാനമുണ്ട് എന്ന ഒരു കണ്ടെത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്കും സമാനമായ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് സംഘത്തിന്റെ ശൃംഖല വ്യാപിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരാനുണ്ട്. അവർ ഉപയോഗിച്ച ടെക്നിക്ക് വളരെ സിമ്പിളാണ്. അതായത് ആരുടെയും വിശ്വാസം പിടിച്ചു പറ്റുന്ന തരത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ഈ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോർപ്പറേറ്റ് കമ്പനികളുടെ പതിവാണ്. അതിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് വരെ ഇപ്പോൾ നല്ല തോതിൽ ബോധവാന്മാരുമാണ്. ആ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പിന് വഴിയൊരുക്കിയത്. അവിടെ ജനപ്രതിനിധികളെ അതിന് മറയാക്കി ഉപയോഗിച്ചു എന്നതാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇനി വ്യക്തത വരാനുള്ളത് അനന്തകൃഷ്ണൻ എന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ തട്ടിപ്പെന്നുള്ള കാര്യം അന്വേഷണ സംഘം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. ആ പട്ടികയിലേക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും പ്രമുഖർ കൂടി ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അവിടെയാണ് ഈ സായിഗ്രാമം ഡയറക്ടർ കൂടിയായ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിൽ വിശദമായ അന്വേഷണം നടക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ആദ്യം പറഞ്ഞ് കൈയൊഴിയാനാണ് ശ്രമിച്ചത്. താനും വിശ്വസിച്ചതിന്റെ ഭാഗമായതാണ്, പിന്നീടാണ് ഇതിന്റെ ചതി മനസ്സിലായതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായത്. പക്ഷേ പിന്നീട് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയല്ല. അതാണ് ഈ NGO കോൺഫെഡറേഷൻ ഉൾപ്പെട്ട മറ്റ് അംഗങ്ങളടക്കം ഈ സായിഗ്രാമം ഡയറക്ടർ കൂടിയായ ആനന്ദകുമാറിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ആ മുഖ്യധാരയിൽ നിൽക്കുന്ന ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകർക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം വൈകാതെ ഉണ്ടാകും. അതിന്റെ ഭാഗമായി അവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് വൈകാതെ തന്നെ കടക്കുമെന്നാണ് സൂചന. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും പ്രമുഖ നേതാക്കളെ ഈ വിശ്വാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അനന്തകൃഷ്ണൻ വിദഗ്ധമായി ഉപയോഗിച്ചുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ ശ്രീ ഹാജികുമാർ, അദ്ദേഹം NGO കോൺഫെഡറേഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ശ്രീ ഹാജികുമാർ, താങ്കളുടെ അനുഭവം എന്താണ്? ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ സംഭവം വലിയ വിവാദവും തട്ടിപ്പുമാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? സാർ, ഞങ്ങള് നാഷണൽ NGO കോൺഫെഡറേഷനിൽ അംഗത്വം എടുക്കുകയും ആനന്ദകുമാർ സാറ് നയിക്കുന്ന കേരളത്തിലെ സന്നദ്ധ സംഘടനകളുടെ വലിയ കൂട്ടായ്മയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. സമൂഹത്തിലെ ഉയർന്നവരും റിട്ടയർഡ് ജഡ്ജീസും ഒക്കെ അതിലൊക്കെയുള്ളത് മാത്രമാണ് ഞങ്ങൾ ആ സംഘടനയിൽ അംഗത്വം എടുക്കുകയും 2 വർഷം കഴിഞ്ഞപ്പോ ആനന്ദകൃഷ്ണനെ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ കോർഡിനേറ്ററാണ്, ഇദ്ദേഹം CSR ഫണ്ടൊക്കെ വാങ്ങുന്ന പാവപ്പെട്ട ദരിദ്രർക്ക് സഹായങ്ങൾ ചെയ്യും, ആദ്യഘട്ടം ഒന്ന് തയ്യൽ മെഷീൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് തയ്യൽ മെഷീൻ വാങ്ങി, അവർക്ക് തയ്യൽ മെഷീന്റെ പണം വാങ്ങി 50% അവരുടെ അവർ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ പറയുന്ന അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യൽ മെഷീനൊക്കെ കൃത്യമായി കിട്ടി. അത് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പ് വന്നു. കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. നിങ്ങൾ സഹകരിക്കണം, നിങ്ങൾ ഗുണഭോക്താക്കളെ കണ്ടെത്തൂ, അവരെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരിൽ നിന്ന് 50% വാങ്ങി അവർ പറയുന്ന അക്കൗണ്ടിലോട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ നവീന്തോ ദേശീയ ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ളത് സ്ത്രീകളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ആണ് ഒരു പദ്ധതി വരുന്നു. അത് സ്കൂട്ടറാണ്. 50% സബ്സിഡിയോടുകൂടി അവർക്ക് 2 വീലർ കൊടുക്കുന്നു. വിമൺ ആൺ വീൽ എന്നാണ് ആ പദ്ധതിയുടെ പേര്. അങ്ങനെ 2 വീലറിന് ഞാൻ ആദ്യം 136 2 വീലറിന് പൈസ അടച്ചിട്ടുണ്ട്, വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കൃത്യമായി കിട്ടി. അങ്ങനെ ജൈവഗ്രാമ പദ്ധതി തുടങ്ങിയപ്പോൾ അതിൽ കർഷകർക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ അത് വിശ്വാസമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ള വിശ്വാസം, സായിഗ്രാമിലെ ആനന്ദകുമാർ സാറിനോടുള്ള വിശ്വാസമായിരുന്നു നമ്മളെ. പിന്നീട് എപ്പോഴാണ് ഇതിലൊരു സംശയം വന്നത്?
സംശയം വന്ന കഴിഞ്ഞ ഈ പ്രാവശ്യം നമ്മൾ അടച്ചപ്പോൾ ഏകദേശം എന്നിട്ട് ഞങ്ങള് ഈ സംഘടനയുടെ കീഴിൽ തന്നെ ചെറിയ ചെറിയ സംഘടനകളെ കൂടെ കൂട്ടി, മറ്റു NGO-കളെ കൂടെ ഇതിനകത്ത് നമ്മൾ കൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു സപ്പോർട്ടിങ് NGO-കളെ ഒരു 10-15 ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരും ഈ പദ്ധതിയുടെ ഭാഗമായി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് 375 വണ്ടിക്ക് പൈസ കൊടുത്തു. ഈ പൈസ കൊടുക്കുമ്പോഴും നമുക്ക് തൊട്ട് മുമ്പ് നമുക്ക് ലാപ്ടോപ്പ് കിട്ടാനുണ്ടായിരുന്നു. ലാപ്ടോപ്പ് തരാം എന്ന് പറഞ്ഞു, എല്ലാം റെഡിയായി, ലാപ്ടോപ്പിന് എല്ലാം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അറിയുന്നത് ഇതിന്റെ അറസ്റ്റാണ്. അറസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു വലിയ ചതിയാണെന്നും ആനന്ദകുമാർ സാറ് നമ്മളെ ഇങ്ങനെ കൊണ്ട് പറ്റിക്കുകയാണ് ബോധ്യപ്പെട്ടത്. ഈ താങ്കൾ ഇടപെട്ട എത്ര പേർക്ക് ഇതിനകം ഈ ലാപ്ടോപ്പിനും ഒപ്പം വാഹനത്തിനും ഒക്കെയുള്ള പൈസ വാങ്ങിയിട്ടുണ്ട്? ഞങ്ങള് നേരത്തെ വാങ്ങിയതാണ്. അല്ല, ഈ കിട്ടാനുള്ളവരുടെ എണ്ണമാണ്. കിട്ടാനുള്ളത് 375ഓളം വണ്ടികളും ഇനി 88 ലാപ്ടോപ്പും കിട്ടാനുണ്ട്. ഈ 55,000 60,000 മറ്റും അടച്ചവരാണ് ഇവർ അല്ലേ? അതെ. ഇതൊരു ആപ്പ് അവർ ഈ പ്രാവശ്യം തന്നത് ഒരു ലിങ്കാണ്, ഒരു ലിങ്ക്. ആ ലിങ്കിൽ കക്ഷികൾ തന്നെ നേരിട്ട് പോയി ആ ലിങ്കിൽ അവർ കയറി അതിന് അവർ ID ക്രിയേറ്റ് ചെയ്ത് ആ IDയിൽ അവർ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിൽ കാണുന്ന വണ്ടി സെലക്ട് ചെയ്ത് അതിൽ കാണുന്ന എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് അയക്കും. ഞങ്ങൾ അതിനെ അവർ പറയുന്ന അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കും. അല്ല, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ സാമ്പത്തികമായി? ഞങ്ങൾ ആദ്യ വർഷം ഞങ്ങൾ പ്രോജക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട്, അത് തരാൻ കഴിയും നിങ്ങൾക്ക്, അങ്ങനെ അതിന്റെ കൂടെ വകുപ്പുള്ളതാണിത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിനായിട്ട് കുറച്ച് പണം നമുക്ക് തരികയുണ്ടായി. പക്ഷെ ആ പൈസയെല്ലാം നമ്മൾ ഓരോ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഓരോ പദ്ധതികളും കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിനും അതിന് ചെലവുകളൊക്കെ ആക്കിയാണ് പോയിട്ടുള്ളത്. അതാണ് സാഹചര്യം. അപ്പോൾ ഈ താങ്കൾ അവിടെ പ്രവർത്തന രംഗത്തുള്ള ഒരാളാണോ? എന്താണ് താങ്കളുടെ? ഞാൻ ട്രാവൻകൂർ അഗ്രി ലൈഫ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നൊരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്ന ആളാണ്, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പൊ ഈ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ താങ്കളെ സമീപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? എന്താ സംഭവിച്ചെന്നറിയാം. ഇന്ന് എനിക്ക് ബാലരാപുരം സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. നാളെ പോയി CA കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൾക്കാർ അവിടെ പരാതി കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഞങ്ങളിതിൽ പെട്ടുപോയ സന്നദ്ധ സംഘടനയാണ്. ഇന്നലെ വരെ കാരുണ്യ പ്രവർത്തനം നടത്തി, ജനങ്ങളുടെ സന്നദ്ധ പ്രവർത്തനം നടത്തി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നമ്മൾ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ കള്ളനായി മാറിയ ഒരു സ്ഥിതിവിശേഷമാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി, നമ്മുടെ സംഘടന ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി, വ്യക്തിപരമായി ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റി ഒക്കെ നശിച്ചു പോകുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായി പോയി, ശൂന്യമാണ് നമ്മളിപ്പോൾ. അതെ, ആനന്ദകുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഞങ്ങള് ഉടൻ തന്നെ ഞങ്ങൾ ഇത് അറിഞ്ഞുടൻ തന്നെ ആനന്ദകുമാർ സാറിനെ ബന്ധപ്പെടാൻ പോയി. ഞങ്ങൾ രണ്ടുപേരെ എല്ലാവരും പോയപ്പോൾ കയറ്റി വിട്ടില്ല, രണ്ടുപേരെ മാത്രം കാണാൻ സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേര് പ്രതിനിധികൾ പോയി കണ്ടിട്ട് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ട് അത് വാങ്ങാൻ കൂട്ടായില്ല. ഞാൻ ലീഗലായി നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. അതെ, അതാണ് സാഹചര്യം. ഏതായാലും അങ്ങനെ ഇദ്ദേഹത്തെ പോലുള്ള നിരവധി ആളുകളാണ് ഇത്തരത്തിൽ വിഷമവൃത്തത്തിലായിരിക്കുന്നത്. ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് NGO അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിശ്വാസ്യതയിൽ നിരവധി ആളുകൾ ഇതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ഡാനി, ഇതാണ് കേരളം ഒട്ടാകെ ഇത്തരത്തിലാണ്. ആദ്യഘട്ടത്തിൽ തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഒക്കെ നൽകുന്നു, കുറച്ച് ആളുകൾക്ക് സ്കൂട്ടർ നൽകുന്നു. അതിനുശേഷം ഉള്ള ഇത്രയധികം ആളുകൾക്ക് പണമടയ്ക്കുന്നു, ലഭിക്കുന്നില്ല. സ്വാഭാവികമായി എത്ര കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിലേക്ക് പോയത് എന്നുള്ളതാണ് പ്രത്യക്ഷമായ ഒരു വലിയ തട്ടിപ്പ്. അതിന് ഈ സാധാരണക്കാരെ അടക്കം ഇരകളാക്കിക്കൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മൈക്രോ ലെവലിൽ പോലും സ്വാധീനമുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിരുദ്ധൻ കബളിപ്പിച്ചു എന്നുള്ളതാണ്. രഞ്ജിത, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തിലെ ചില മുഖങ്ങൾ അല്ലെങ്കിൽ ചില സംഘടനകൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കൊച്ചിയിലും അത്തരം ചില സംഘടനകളെ കൂടി ഇതിൻ്റെ മുഖത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അവരെ ഒരു ഏജൻസിയാക്കി മാറ്റിക്കൊണ്ട് അപ്പോൾ അവരുടെ കൂടി ഒരു വിശ്വാസത ഇദ്ദേഹം ബോധപൂർവം കവർന്നെടുക്കുകയാണ്. അങ്ങനെ ചില സംഘടനകളെ പ്രത്യേകിച്ച് ആലുവയിലും അതോടൊപ്പം തന്നെ കളമശ്ശേരിയിലും ഇവർ ഔദ്യോഗികമായിട്ട് പരാതി നൽകാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് കടന്നു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്കെല്ലാം ഇപ്പോൾ മാത്രമാണ് ഈ തട്ടിപ്പിനെ കുറിച്ച് ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് പല സംഘടനകളും തന്നെ തിരിച്ചറിയുന്നതും ഇപ്പോഴാണ്. കാരണം ഇവരോടെല്ലാം ഉടൻ സ്കൂട്ടർ നൽകും എന്ന രീതിയിൽ സ്കൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം
പല രീതിയിലേക്ക് ലാപ്ടോപ്പ് കൂടി വന്നതോടെ വിദ്യാർത്ഥികൾ കൂടി ഇതിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം താരതമ്യേന മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം പദ്ധതികളെല്ലാം തന്നെ നടപ്പാക്കുന്നത്. അവർക്കെല്ലാം ഇങ്ങനെയൊരു പകുതി വിലയിൽ ഇങ്ങനെ ഒരു സംരംഭം വരുന്നു, ഇങ്ങനെ കിട്ടുന്നു എന്ന് പറയുകയും അവർക്കെല്ലാം വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെ ഒരു രജിസ്ട്രേഷൻ നടത്തുന്നത് ഇത്തരം ഒരു സംഘടനകളെയോ അല്ലെങ്കിൽ വ്യക്തികളെല്ലാം തന്നെ ഇതിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു പണപ്പിരിവടക്കം നടത്തുന്നത്. അവർക്കെല്ലാം വളരെ വൈകി മാത്രമാണ് ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന രീതിയിൽ തന്നെ വിശ്വസിക്കാൻ പോലും കഴിയുകയുള്ളൂ എന്നാണ് അറിയുന്നത്. പലരും സംഘടനകളും പലരും പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ താരതമ്യേന ഈ മധ്യവർഗത്തെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വോളിയം കൂടുതലാണ്. പലരും ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട പലരും പണം മുടക്കാനായിട്ട് തയ്യാറാവും. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പറവൂരിലടക്കം ഏതാണ്ട് 500-ലധികം പരാതികൾ വന്നിരിക്കുന്നു. ഇന്ന് അവിടെ അവരുടെ ഒരു കൂട്ടായ്മ അടക്കം നടക്കുകയാണ്. കാരണം ഇതിനെ അതിജീവിക്കുക, ഏത് രീതിയിൽ പ്രതിരോധിക്കാനും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാൻ കഴിയും എന്നതെല്ലാം തന്നെ ആലോചിക്കുന്നതിന് വേണ്ടി അവരൊരു കൂട്ടായ്മ അടക്കം ഇന്ന് പറവൂരിൽ ചേരുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ പലരും സംഘടിക്കുന്നു. ഇതിൽ രഞ്ജിത്ത്, ഇതിൽ ആരൊക്കെ എവിടെ നിന്ന് പരാതിയുമായി വരുന്നുവെന്ന് ഒരു ഊഹവുമില്ലാത്ത രീതിയിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഇപ്പോഴും അതിൻ്റെ ഒരു കണക്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇത് എത്രത്തോളം വലിയ തട്ടിപ്പാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് ഇതുവരെയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ഓരോ പഞ്ചായത്തിൽ നിന്നും പരാതി വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു ലെവലിലും എല്ലായിടത്തും സമസ്ത മേഖലകളിൽ നിന്ന് തന്നെ പണം അതിൽ നിന്ന് പിരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിട്ടത്. അതാണ് ഇരുചക്ര വാഹനങ്ങൾ കഴിഞ്ഞു, ഒപ്പം തന്നെ തയ്യൽ മെഷീനിലേക്ക് വരുന്നു, ലാപ്ടോപ്പിലേക്ക് വരുന്നു. ഇതെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത് കൃത്യമായി പണം ഇന്ന് പിരിച്ചെടുക്കുക എന്ന് തന്നെയാണ്. അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്തു എന്നതാണ്. ഇതിന് ആർക്കൊക്കെ മുഖം നഷ്ടമാകുന്നു എന്നതാണ് ഇനി അറിയേണ്ടത്. വലിയ രീതിയിലേക്ക് ഇത് തിരിച്ചറിവ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. കൂടുതൽ പരാതികൾ ഇനി വരുന്ന ഓരോ മണിക്കൂറിലും ഉണ്ടായേക്കാം. അത് കേരളത്തിലെമ്പാടും നിന്ന് തന്നെ ഇത്തരം പരാതികൾ ഉയർന്നു വന്നേക്കാം എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനൊരു ഘട്ടം മാത്രമേ പൂർത്തിയാകുന്നുള്ളൂ. കാരണം ഇനി ക്രൈംബ്രാഞ്ച് അടക്കം ഈ കേസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലേക്ക് ഒരു അന്വേഷണം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തട്ടിപ്പിൻ്റെ വ്യാപ്തി കൂടുതലാകാം, തുക ഒരുപക്ഷെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ എത്തിയേക്കാം. ഇപ്പോഴും പരാതി നൽകാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അവർക്കെല്ലാം തന്നെ ചിലരെങ്കിലും ഇടപെട്ടുകൊണ്ട് ഇതിനെ ഇത് മധ്യവർത്തികളായിട്ട് ചിലരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസൾട്ടിങ് എന്ന സമ്പ്രദായത്തിലെല്ലാം തന്നെ അവരെ നിശ്ചയിച്ചിട്ടുണ്ട്, കോർഡിനേറ്റർമാരായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴും ഇടപെടുന്നുണ്ട്. അവർ പറയുന്നത് പണം തിരികെ നൽകാനുള്ള ഒരു സാധ്യതകളിലേക്കാണ് പോകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ചിലരെങ്കിലും കൊച്ചിയിൽ ആ രീതിയിലൊരു നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വലിയ പരാതികളിലേക്ക് പോകാതെ തന്നെ ഇത് ചിലരെങ്കിലും ആ പരാതിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയെല്ലാം ഇടപെടൽ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എത്ര കണ്ട് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതാണ്. വലിയ രീതിയിലേക്ക് പ്രതിഷേധങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങുന്നുണ്ട്. നിലവിൽ പല യുവജന സംഘടനകളും പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തട്ടിപ്പിൻ്റെ കഥകൾ തന്നെയാകും ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നത്. അത് ഞെട്ടാൻ തയ്യാറായിരിക്കുക എന്നത് മാത്രമാണ് എല്ലാവരോടും ഇപ്പോൾ ഇതിൽ നിന്ന് അറിയാനുള്ളത്. കാരണം വലിയ രീതിയിലേക്കുള്ള ഒരു തട്ടിപ്പ് നിലവിൽ തന്നെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് 800-നും 1000 കോടിക്കും ഇടയിലുള്ള ഒരു പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് പ്രാഥമികമായിട്ട് കണക്ക് കൂട്ടുന്നു എന്നതാണ്. അതിൽ എത്രത്തോളം ഇതിൽ കമ്മീഷനായിട്ടും കാര്യങ്ങളായിട്ടും പോയിട്ടുണ്ട് എന്നതാണ്. ഇയാൾക്ക് ഒരു മാസപ്പടി ലിസ്റ്റ് ഉണ്ടായിരുന്നതായിട്ട് തന്നെ പറയുന്നുണ്ട്. കൃത്യമായ ഓരോരുത്തർക്ക് പണം നൽകുക. കാരണം അത്തരം മുഖങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് വിശ്വാസ്യതയുടെ ഒരു ആൾരൂപങ്ങളാക്കി മാറ്റിയെടുത്തുകൊണ്ട് കൂടുതൽ പാവങ്ങളെ ഇതിൽ പറ്റിക്കുക എന്നത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നത് തന്നെയാണ്. ഇതിൻ്റെ ഇഴ എപ്പോഴോ പൊട്ടി അതിൻ്റെ ഒരു പ്രതികരണങ്ങളും പരാതികളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒടുവിൽ അനിവാര്യമായ രീതിയിലേക്ക് അന്വേഷണങ്ങളിലേക്ക് അടക്കം കടന്നിരിക്കുന്നു. ഇന്ന് തെളിവെടുപ്പും കാര്യങ്ങളും കൊച്ചിയിൽ പൂർത്തിയാക്കുന്നു. വരും ദിവസം കസ്റ്റഡിയിൽ നിന്ന് തിരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോയാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണ ഉത്തരവ് സംബന്ധിയായ കാര്യങ്ങളുണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ കൃത്യമായ ഒരു കണക്കുകൾ പുറത്തേക്ക് വരിക. ശരി.